ദൈവവചനത്തോടുള്ള ഒരു ഭക്തന്റെ മനോഭാവത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അനുദിനം അതിൻ്റെ അത്യുച്ച കോടിയിലേക്ക് ഉയർന്നു വരികയാണ്. ഞാൻ 40 വർഷമായി ഈ വചനം ധ്യാനിക്കുന്നു. ആദ്യം ഉപയോഗിച്ച പുസ്തകം ഇപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റാതെ വണ്ണം കേടായതുകൊണ്ട് അതിലൊക്കെ വരച്ചും ഉപയോഗിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വേറെ പുതിയ ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ഈ വചനത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ ദൈവം നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ 119 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. കുറേ നാൾ നമ്മൾ സദൃശവാക്യത്തിൽ നിന്നു മാറി മാറി ധ്യാനിക്കുകയാണ്. ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പറ്റുകയുമില്ല ഇപ്പോൾ. കാരണം നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ അത് സാധ്യമല്ല. അപ്പം ദൈവത്തെ കാണുന്നതിന് തുല്യമാണ് ദൈവവചനം. അപ്പൊ വചനത്തോട് നമ്മുടെ ആ ബഹുമാനം, സ്നേഹം, ആദരവ്, ആർത്തി, ദാഹം ഇവയാണ് ഈ ഭാഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 47 വാക്യത്തിലായിരുന്നു. അവിടെ തൊട്ട് ഞാൻ വായിക്കാം. 46 മുതൽ വായിക്കുന്നു. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. മനോഭാവം കണ്ടോ? ഏത് വലിയവനാണേലും എനിക്ക് ദൈവവചനം പറയാൻ പേടിയില്ല, ലജ്ജയുമില്ല. അവരെന്നെ പരിഹസിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹവും ബഹുമാനവും നിമിത്തം ഞാനത് പറയും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടു, ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. അപ്പം ലജ്ജിക്കാതെ സാക്ഷ്യം പറയുമെന്ന് മാത്രമല്ല, അത് ഞാൻ അനുസരിക്കണ്ടേ എന്നല്ല എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അതനുസരിക്കുന്നത് ആരംഭകാലങ്ങളിൽ എനിക്ക് കഷ്ടപ്പാടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ അത് ആനന്ദത്തോടെ ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. 48 വന്നപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത്. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. കൈ ഉയർത്തുന്നത് പലപ്പോഴും ബഹുമാനം, അംഗീകാരം, സപ്പോർട്ട്, കീഴടങ്ങൽ ഇതൊക്കെയാണ്. യുദ്ധസ്ഥലത്ത് നിൽക്കുന്ന ആളുകൾ കൈ ഉയർത്തിയാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ കീഴടങ്ങിയെന്നാണ്. ഒരു സ്കൂളിലോ മറ്റോ ഒരു കാര്യം ഒരാൾ പ്രസ്താവിച്ചാൽ അതിനെ പിന്താങ്ങുന്ന ഒരു കൈപൊക്കും. അപ്പോൾ കൈപൊക്കൽ ഒരു പിന്താങ്ങലാണ്, അംഗീകരിക്കലാണ്, സപ്പോർട്ടീവാണ്. ഇതിനൊത്തിരി അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ്, എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നമ്മുടെ മനോഭാവത്തെ നമുക്കിന്ന് ഒന്നുകൂടെ പരിശോധിക്കാം. ഇത് വളരെ അത്യാവശ്യമാണ്. ദൈവം നമ്മുടെ മനോഭാവം നോക്കുന്നു. ഞാനിതിങ്ങനെ പ്രസംഗിക്കുന്നത് എൻ്റെ ഒരു ജോലി പോലെ ആണ്, പക്ഷെ അങ്ങനെ ആകരുത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും വചനത്തോടുള്ള സ്നേഹം കൊണ്ടുമാണ് ഞാനിത് പറയേണ്ടത് എന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം.
എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നമുക്കും ദാവീദിനോട് ചേർന്ന് പറയാം, എനിക്കത് പ്രിയമാണ്, ഞാനത് എവിടെയും പറയും, ഞാനത് അനുസരിക്കും, ഞാനതിനെ പിന്താക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.